കൂട്ടുകാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറും 19,000 രൂപയ്ക്ക് ഉള്ളിൽ ഒതുങ്ങാവുന്ന ഒരു സ്കൂട്ടറിനെ പറ്റിയിട്ടാണ്. 2011 മോഡല് സുസുക്കിയുടെ ആക്സസ് 125 എന്ന് പറയുന്ന സ്കൂട്ടറാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. വണ്ടിയുടെ പുറം രൂപത്തെ കുറിച്ച് ആദ്യം തന്നെ പറയുകയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിയ കലാപമൊന്നുമില്ല. അതായത് മങ്കാടിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് കളർ കുറവുണ്ട്. കാണുന്ന ഫ്രണ്ടേജ് രൂപങ്ങളൊക്കെ അതെ ഇങ്ങനെ തന്നെയാണ്. ഇനി സൈഡിലേക്ക് പോകുന്തോറും നമുക്ക് കുറച്ച് പെയിൻറ്റിങ്ങിൽ ചെറിയ അപാകത ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കാണാം, മങ്കാടിൻ്റെ അവിടെയൊക്കെ നല്ല സ്ക്രാച്ച് ഉണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോൾ പെയിൻറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് കാണുന്നുണ്ട്. അപ്പോൾ വേറെ വണ്ടിയുടെ കംപ്ലൈൻ്റ് അല്ല, സ്ക്രാച്ചാണ്, ഒരഞ്ഞ് അങ്ങനെ ആയിട്ടുള്ളത്. വണ്ടി അത്ര എന്താ പറയുക, ഈ ചെറുപ്പക്കാർ ഫിനിഷാക്കി കൊണ്ടു നടക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നുമല്ല. ഇനിയിപ്പോൾ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിലും എന്നിട്ട് പറയാം കാലപ്പഴക്കത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും കാലം ഉപയോഗിച്ചതിൻ്റെ ഒരു ചെറിയ ആള് നിലവിലുള്ള കമ്പനി പെയിൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മങ്ങലൊക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ റീപെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് ആളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി പഴയ കമ്പനി പെയിൻറ്റ് എങ്ങനെയാണ് അങ്ങനെ തന്നെ നിന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ സൈഡിലെ പെയിൻറ്റ് കളർ നന്നായി മങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾ റീപെയിൻറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ടച്ച് പോളിഷ് അടിച്ചാൽ മതിയാവില്ല. ഇനി കാല് വയ്ക്കുന്ന ഭാഗത്ത് തുരുമ്പൊന്നുമില്ല, അഴുക്കാണ് കേട്ടോ. ഈ കാണുന്നത് തുരുമ്പല്ല, ചെളിയാണ്. അഴുക്ക് മാത്രമേ ഉള്ളൂ, തുരുമ്പില്ല എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഇനി ഒരു പ്രായമായ ചേട്ടൻ ഓടിക്കുന്ന വണ്ടിയാണ്. ആൾ പള്ളിയിൽ പോകാനും അടുത്ത കടയിലുകൾക്ക് പോകാനും മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ടയർ രണ്ടും പുതുപുത്തൻ ടയറാണ്. ഫ്രണ്ടും ബാക്കും പുതുപുത്തൻ ടയറാണ്. ഇനി പറയാനുള്ളത് ബാറ്ററിനെ കുറിച്ചിട്ടാണ്. കാരണം പ്രായമുള്ള ആളായതുകൊണ്ട് സെൽഫ് എപ്പോഴും വർക്ക് ചെയ്യേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ടും ബാറ്ററി പുത്തൻ ബാറ്ററിയാണ്. ഒരു മാസം 10 ദിവസമാണ് ബാറ്ററി മേടിച്ചിട്ടായിട്ടുള്ളൂ എന്നാണ് സെല്ലർ പറഞ്ഞത്. വണ്ടി ഇരിക്കുന്നത് നമ്മുടെ പാലേക്കരയിലാണ്, തൃശ്ശൂർ ജില്ലയിലെ പാലേക്കര ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ഇനി സിംഗിൾ ഓണറാണ്. താല്പര്യമുള്ളവർ വിലപേശലും കാര്യങ്ങളൊക്കെ നടത്തി വണ്ടി സ്വന്തമാക്കിയോ എത്രയും പെട്ടെന്ന് സ്വന്തം പേരിലേക്ക് മാറ്റിയോട്ടോ. മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.